ഇന്ന് 16/7/2026 അല്ലെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് തന്നെ ഞാൻ ഇതിനെ കാണുകയാണ്. കാരണം ഒരു പുതിയ ബാച്ച്, ഒരു പുതിയ തുടക്കമായിട്ട് ഇവിടെ ഉണ്ട്. വലിയ പ്രതീക്ഷകളോടെയാണ് നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. ആ പ്രതീക്ഷകൾ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് വലിയ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് ഉറപ്പായും UGC നെറ്റ് അല്ലെങ്കിൽ JRF ഒക്കെ കരസ്ഥമാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതിനാദ്യം തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ. അപ്പൊ ആദ്യം വേണ്ടത് ഒരു തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്. ഇപ്പൊ തികച്ചും നിങ്ങൾക്ക് അറിയാം, ആദ്യത്തെ നമ്മുടെ 2 ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴ്സിൽ റെഗുലർ ആയിട്ട് ജോയിൻ ചെയ്ത കുട്ടികളുണ്ട്. അപ്പൊ എല്ലാവരോടായിട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ എന്താണോ നമ്മൾ റെഗുലർ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ക്ലാസ് പോകുന്നത് കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പഠനത്തെ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട്, കുറച്ചും കൂടെ സ്ട്രാറ്റജിക്കൽ ഓറിയന്റഡ് ആയിട്ട്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ആ തരത്തിൽ എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് സബ്ജക്ട് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് അത് വായിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, വീണ്ടും വീണ്ടും അത് തന്നെയാണ് പറയുന്നത്, ആത്മവിശ്വാസം അത് ഉറപ്പായിട്ടും ഉണ്ടാകണം കേട്ടോ. അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ക്ലാസ്സിൽ അടക്കാം കേട്ടോ. യെസ് മക്കളെ, ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോടാ? സ്ലൈഡ് വിസിബിൾ അല്ലേ? ഓക്കെ അല്ലേ? യെസ് ഓക്കെ. യെസ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അതിന്റെ ഒരു മെസ്സേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ബിസിനസ് ഫിനാൻസ് ആണ്. അവിടെ നമുക്ക് സ്കോപ്പ് ആൻഡ് സോഴ്സ് ഓഫ് ഫിനാൻസ് പഠിക്കാനുണ്ട്, ലീസ് ഫിനാൻസിങ് പഠിക്കുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ടൈം വാല്യൂ ഓഫ് മണി, ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് പഠിക്കുന്നുണ്ട്, അതിന്റെ കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ടെക്നിക്കുകൾ, മോഡേൺ ടെക്നിക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അനാലിസിസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഡിവിഡൻഡ് ഡിസിഷൻ തിയറീസ്, പോളിസീസ് പഠിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസും വരുന്നുണ്ട്, ഡിവിഡൻഡ് തിയറീസും വരുന്നുണ്ട്, റിസ്ക്കും റിട്ടേണും തമ്മിലുള്ള അനാലിസിസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ സങ്കീർണമായി പോകുന്ന ഒന്നാണ് റിസ്ക് റിട്ടേൺ അനാലിസിസ്. ദെൻ അസറ്റ് സെക്യൂരിറ്റൈസേഷൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അസറ്റ് സെക്യൂരിറ്റൈസേഷൻ. ദെൻ ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് വരുന്നുണ്ട്, അവിടെ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് ഉണ്ട്, ഹെഡ്ജിങ് ടെക്നിക്സ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കുറേയധികം തിയറികളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റ് വരുന്നുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്, യൂറോ കറൻസി, GDR, ADR, ദെൻ ഇന്റർനാഷണൽ ആർബിട്രേജ് വരുന്നുണ്ട്, മൾട്ടിനാഷണൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സിലബസിന്റെ ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്നത്. ഏത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് ഫിനാൻസിന്റെ ഭാഗം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ അജണ്ട എന്താണ്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ഈ ഭാഗമാണ് നമ്മൾ തുടങ്ങുന്നത്. അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ തുടക്കമിടുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഞാൻ ഈ ഒരു ഭാഗം മാത്രമാണ് എടുക്കുന്നത്. ഈ ഭാഗത്തു നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ളത്, അതാണ് നമ്മൾ നോക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിലബസ് എന്താണ്? വളരെ ചെറുതാണ് അല്ലെ? ജസ്റ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കോമ്പറ്റേറ്റീവ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. ഉദാഹരണം പറഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ തുടങ്ങേണ്ടത് എവിടെയാണ്? ആദ്യം നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രക്ചർ, നിങ്ങൾ അത് നോട്ട് ചെയ്ത് പോകണം കേട്ടോ. നിങ്ങളുടെ ഒരു ബുക്ക്, ഒരു പേനയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ബുക്കും പേനയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ ഹെഡിങ് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ എന്താ എഴുതേണ്ടതെന്ന് അറിയാമോ? എന്തൊക്കെ കണ്ടന്റ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗത്തുനിന്നും മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്, അതാണ് നോക്കേണ്ടത് കേട്ടോ. ഫിനാൻഷ്യൽ സ്ട്രക്ചർ നിങ്ങൾ ഇവിടെ പഠിക്കണം. ഓക്കെ, ക്യാപിറ്റലൈസേഷൻ നിങ്ങൾ പഠിക്കണം, ക്യാപിറ്റൽ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കണം. ഇതാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. മനസ്സിലാണ്ടോ? ഓക്കെ, ഫിനാൻഷ്യൽ സ്ട്രക്ചർ പഠിക്കണം, ക്യാപിറ്റലൈസേഷൻ പഠിക്കണം, പിന്നെന്താണ് ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ മനസ്സിലാക്കണം. അവിടെ തന്നെ ഈ ക്യാപിറ്റലൈസേഷൻ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓവർ ക്യാപിറ്റലൈസേഷനും ഉണ്ട്, അണ്ടർ ക്യാപിറ്റലൈസേഷനും ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ഫിനാൻഷ്യൽ നമ്മൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഭാഗത്തു നിന്ന്
ഇത്രയും ഭാഗത്തു നിന്ന് എന്തെല്ലാം പഠിക്കണം, സിലബസിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം കവർ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആദ്യം ഫിനാൻഷ്യൽ സ്ട്രക്ചർ നോക്കണം, ക്യാപിറ്റലൈസേഷൻ നോക്കണം, ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കണം. പിന്നെ നമ്മൾ എന്ത് നോക്കണം, ഈ പറയുന്ന യെസ് ക്യാപിറ്റലൈസേഷന്റെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓവർ ക്യാപിറ്റലൈസേഷൻ ഉണ്ട്, അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. അത് നമ്മൾ നോക്കണം. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ 2 ക്ലാസ്, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? പമ്പ് വന്നേ, ക്ലിയർ അല്ലേ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമ്മൾ ക്യാപിറ്റൽ ഗിയറിംഗ് പഠിക്കണം. ഓക്കെ, യെസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ കേട്ടോ. യെസ്, അവിടെ നമ്മൾ 2-3 മോഡലൊക്കെ പരിചയപ്പെടുന്നുണ്ട്, അത് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഓക്കെ, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു കീ ഏരിയ ആണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. അത് കൃത്യമായിട്ട് പഠിക്കണം. കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പുകൾ ചോദ്യങ്ങൾ വരുന്നതാണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള ഭാഗം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഇത്രയും ഭാഗം മാത്രമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ്, ഈ ഭാഗത്ത് നമ്മൾ കവർ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ഏരിയകളാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് നോക്കണം? ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പറയുന്ന ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ഏരിയ ആണ് ഫിനാൻഷ്യൽ ലിവറേജ്. നമ്മൾ അവിടെ മനസ്സിലാക്കണം. ആ ഫിനാൻഷ്യൽ ലിവറേജിനോടൊപ്പം തന്നെ എബിറ്റ് EPS അനാലിസിസ് നിങ്ങൾ പഠിക്കണം. ഫിനാൻഷ്യൽ ലിവറേജിന്റെ കൂടെ EPS എബിറ്റ് അനാലിസിസ് നിങ്ങൾ അവിടെ പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിഫറൻസ് പോയിന്റ് പഠിക്കണം. ഇൻഡിഫറൻസ് പോയിന്റ് ക്ലിയർ ആണെന്നുണ്ടോ? ഇൻഡിഫറൻസ് പോയിന്റ്. അവിടെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്, അൺകമ്മിറ്റഡ് ഏണിംഗ് പെർ ഷെയർ. അൺകമ്മിറ്റഡ് ഏണിംഗ് പെർ ഷെയർ കേട്ടോ. അൺകമ്മിറ്റഡ് ഏണിംഗ് പെർ ഷെയർ അത് വരുന്നുണ്ട്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടന്റ്. ഓക്കെ, ദെൻ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് ലിവറേജ് പഠിക്കണം. ഓക്കെ, യെസ്. പിന്നെ നമുക്ക് എന്താണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്, ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കണം. ഓക്കെ, ആ ഭാഗവും ഉണ്ട്. ഇനി നമുക്കറിയാം ആസ് യൂഷ്വൽ ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ഉണ്ട്. ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസുകൾ നിങ്ങൾക്കറിയാം. അവിടെ നിങ്ങൾ ഏതൊക്കെ തിയറി പഠിച്ചിട്ടുണ്ടോ? നെറ്റ് ഇൻകം തിയറി നിങ്ങൾക്ക് അറിയാം, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറി അറിയാം, ട്രഡീഷണൽ തിയറി അറിയാം, പിന്നെ ഏതാണ് MM തിയറി അറിയാം അല്ലെ, മോർഗിലാനി മില്ലർ തിയറി അറിയാം. ഇത്രയും തിയറികളുണ്ട്. ഇത് കൂടാണ്ട് ഏതെങ്കിലും തിയറി ഉണ്ടോടാ? ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തിയറി ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിച്ച ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡേൺ തിയറികളാണ് ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട. ഏതാണ്? ഒന്ന് പെക്കിംഗ് ഓർഡർ തിയറി ഉണ്ട് കേട്ടോ. പെക്കിംഗ് ഓർഡർ തിയറി ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറിയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ എന്താണ് ട്രേഡ് ഓഫ് തിയറി ഉണ്ട് കേട്ടോ. ട്രേഡ് ഓഫ് തിയറിയും നമ്മളവിടെ പഠിക്കണം. ക്ലിയർ ആണെന്നുണ്ടോ? സാർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? എന്തെല്ലാം കണ്ടന്റുകളാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷന്റെ ഭാഗത്തുനിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളൊന്ന് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ വേണമല്ലോ, ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ ലിസ്റ്റ് തയ്യാറാക്കുകയാണെങ്കിൽ ഈ ലിസ്റ്റിൽ പറഞ്ഞ് മാത്രമേ PVQ ചോദിച്ചിട്ടുള്ളൂ. മനസ്സിലാകുന്നുണ്ടോടാ? കേട്ടോ. അല്ലാതെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കുന്നതിലല്ല. ഇത്രയും കണ്ടന്റ് ആകത്തുകയാണ് ഈ പറയുന്ന 2 സിലബസിലെ 2 ഭാഗങ്ങൾ. മനസ്സിലാകണ്ടോ? ഇനി നമ്മൾ പഠിക്കുന്ന എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ നിങ്ങൾക്കറിയാം അല്ലെ? അവിടെ നമ്മളെ സംബന്ധിച്ചോളം ടെക്നിക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്കുകൾ അത് നമ്മൾ ട്രഡീഷണൽ ടെക്നിക്കും പഠിക്കുന്നുണ്ട്, ദെൻ മോഡേൺ ടെക്നിക്കുകളും പഠിക്കുന്നുണ്ട്. അവിടെയാണ് ഈ പേ ബാക്ക് പീരീഡ് അല്ലെ, അതോടൊപ്പം തന്നെ ഈ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെ, അതുപോലെ തന്നെ NBV, IRR എന്നൊക്കെ പറയുന്നത് എന്താണ്? മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ അകത്ത് വരുന്നു. അത് കൃത്യമായിട്ട് നമ്മൾ അവിടെ പഠിക്കണം. ഇത് കൂടാണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എല്ലാവരും അത്ര വലിയ കൺസിഡർ ചെയ്യത്തില്ല. വളരെ ഇമ്പോർട്ടന്റ് ആണ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അനാലിസിസ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിലുള്ള റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അനാലിസിസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അനാലിസിസ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അവിടെ വരുന്ന ടെക്നിക്കാണ്. ഉദാഹരണം ടെക്നിക്ക് നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. സെർട്ടനിറ്റി ഈക്വലന്റ് അപ്രോച്ച് നിങ്ങൾ കേട്ടിട്ടില്ലടാ? സെർട്ടനിറ്റി ഈക്വലന്റ് അപ്രോച്ച്, സെൻസിറ്റിവിറ്റി അനാലിസിസ്, അതുപോലെ തന്നെ എന്താണ് കോഎഫിഷ്യന്റ് വേരിയേഷൻ, സിമുലേഷൻ അനാലിസിസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതോടൊപ്പം തന്നെ ഡിസിഷൻ ട്രീ മെത്തേഡ്. അങ്ങനെ അവിടെയും കുറെ ടെക്നിക്കുകൾ പഠിക്കാനുണ്ട്. ഇത്രയും നമ്മൾ പഠിച്ച് കവർ ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ കൺസെപ്ഷൻ ക്ലാരിറ്റിയും കിട്ടി. ബേസ്ഡ് ഓൺ ദ PVQ കൂടെ നമ്മൾ ഇതിന്റെ
ക്ലാരിറ്റി, കൺസെപ്ഷൻ ക്ലാരിറ്റി കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യും. പ്ലസ് നമ്മൾ മോക്കിന് വേണ്ടി കുറേയധികം PVQ കൂടെ ചെയ്യുമ്പോഴാണ് ഈ കോൺസെപ്റ്റ് ബ്ലോക്ക് ആവുന്നത്. ഞാൻ പറയുന്ന ആശയം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആദ്യം എവിടെ നിൽക്കണം? ഈ പറയുന്ന ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഭാഗത്ത് നിന്ന് ഞാൻ എന്തെല്ലാം അറിയണം, എന്തെല്ലാം എനിക്ക് പഠിക്കാനുണ്ട്, അതാണ് നമ്മളിപ്പോ പറഞ്ഞു വെച്ച റൂട്ട് മാപ്പ്. ഓക്കെ, അതെങ്ങനെ പഠിക്കണം? PYQ വെച്ചിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ. മനസ്സിലാണ്ടോ? അപ്പൊ നമ്മൾ പറയുന്ന ഓരോ ഫാക്ട്സും PYQ ആണ്. ഞാനിപ്പോ പറഞ്ഞത് എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചറും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് PYQ ചോദിച്ചിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും ഞാൻ പറഞ്ഞു. ഇനി ഈ കോൺസെപ്റ്റ് പഠിച്ച് PYQ കൂടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഈ ഭാഗം അവിടെ കംപ്ലീറ്റ് ആയി. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ സിലബസ് വെറുതെ എടുത്ത് തുടങ്ങുകയല്ല ചെയ്യേണ്ടത്. സിലബസിന്റെ തന്നെ അഡീഷണൽ കമ്പോണൻസ് ഏതാണെന്ന് മനസ്സിലാക്കുകയും അതിനെ ഡീറ്റെയിലിംഗ് എങ്ങനെ പോകണം? ത്രൂ PYQയിലൂടെ പോവുകയും ചെയ്യുമ്പോഴാണ് വളരെ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ക്ലിയർ അല്ലേ? സാർ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ഒരു എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നുള്ള സ്റ്റാൻഡാണ് പറഞ്ഞു വെച്ചത് കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാം. ഓക്കെ, യെസ്. എടാ, നിങ്ങൾ PG കഴിഞ്ഞ കുട്ടികളാണ്, അല്ലെങ്കിൽ PG ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഓക്കെ, ലാസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം ഒരു ധാരണയുണ്ട്. ഇത് 2014 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, മോസ്റ്റ് കോമൺ അപ്രോച്ച് ഫോർ അനലൈസിങ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം ഈസ്, അത് റേഷ്യോ അനാലിസിസ് ആണോ, ക്യാഷ് ഫ്ലോ അനാലിസിസ് ആണോ, കമ്പാരിറ്റീവ് അനാലിസിസ് ആണോ, ലിവറേജ് അനാലിസിസ് ആണോ? 2014 ഡിസംബർ ചോദിച്ച ചോദ്യം കേട്ടോ. നമ്മൾ PYQ ഇടം വരെ പോയി നിങ്ങളൊന്ന് കാണുന്നു അല്ലെ? 2014 ക്വസ്റ്റ്യൻ വരെ നമ്മൾ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ആൻസർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അതിനുവേണ്ടിയാണ് ഈ ചോദ്യം നമ്മൾ ഇട്ടത്. മോസ്റ്റ് കോമൺ അപ്രോച്ച് ഫോർ അനലൈസ് ദി ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് എ ഫേം. ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അനാലിസിസ് ഏതാണ്? എടാ കമന്റ് ചെയ്യാം കേട്ടോ, കമന്റ് ചെയ്യാം. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, യെസ്. സരിമ അല്ലെ? യെസ്, വെരി ഗുഡ്. യെസ്. എടാ കമന്റ് ഇട്ടോ കേട്ടോ. എടാ നമ്മളിത് ഇന്ററാക്ഷൻ ആണ്. യെസ്, ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ധാരണകളുണ്ട് ചില കാര്യങ്ങളിൽ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ D ഇടുന്നത്. യെസ്, അത്യാവശ്യം പാർട്ടിസിപ്പേഷൻ പറഞ്ഞിട്ടാടാ. പാർട്ടിസിപ്പേഷൻ D. വേറെയും അപ്രോച്ചബിൾ ആയിട്ടുള്ള ആൻസർ ഉണ്ടെങ്കിൽ വരാം. ഇല്ല, ഓൾമോസ്റ്റ് D ആണ്. നമുക്ക് ലോക്ക് ചെയ്യാം. D ആണ് അല്ലെ? യെസ്. അപ്പൊ നമ്മള് UGC നെറ്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നെറ്റ് എക്സാമിന് ഒരു ചോദ്യവും കൃത്യമായിട്ട് ആൻസർ കയ്യിലോട്ട് തരില്ല. മനസ്സിലാണ്ടോ? ആൻസർ ഏതാണ്? കമ്പാരറ്റീവ് അനാലിസിസ് ആണ്. ഇതിന്റെ ആൻസർ എന്തുകൊണ്ട് കമ്പാരറ്റീവിലേക്ക് വന്നു, എന്തുകൊണ്ട് ലിവറേജിലേക്ക് വന്നില്ല, എന്തുകൊണ്ടാണ് ഇതിന്റെ ആൻസർ സിയിലേക്ക് വന്ന് നിൽക്കാൻ സാധിച്ചത്, എന്താണ് ചോദ്യം? ഇത് മനസ്സിലാക്കുന്നിടത്താണ് നെറ്റ് എക്സാം വളരെ ഡിഫറെന്റ് ആണ്. മനസ്സിലാണ്ടോ? ക്ലിയർ? നിങ്ങളുടെ സബ്ജക്ട് നോളജ് ഉള്ള ഒരു കുട്ടി മോസ്റ്റ് പ്രോബബ്ലി ലിവറേജിലേക്ക് പോകും. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഞാൻ ഇട്ടത്. ഓക്കെ, പക്ഷെ നെറ്റ് എക്സാം എന്താണെന്നതിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ചോദ്യം ധാരാളമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അത്ര ലൈറ്റ് അല്ല നെറ്റ് എക്സാം. ഓക്കെ, സംതിങ് സബ്ജക്ട് നോളജ് ഉണ്ട്, സംതിങ് കോമൺ സെൻസ് ഉണ്ട്. അഡീഷണൽ ആയിട്ടുള്ള കോമൺ സെൻസ്, കോഗ്നിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്തുകൊണ്ട് ഈ ആശയത്തിലേക്ക് നമുക്ക് നിൽക്കണം, എന്തുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന കമ്പാരിറ്റീവ് അനാലിസിസ് ഒരു ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ആ ചോദ്യം നമുക്കൊന്ന് പഠിക്കണം. ഓക്കെ, യെസ്. എന്താണ് ശരിക്കും പറഞ്ഞാൽ കമ്പാരിറ്റീവ് അനാലിസിസ്? കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ട്രെൻഡ് അനാലിസിസ്, കമ്പനിയുടെ ട്രെൻഡ് അനാലിസിസ് ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിയർ കമ്പാരിസൺ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ്. ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ്. എന്താണ് കമ്പാരിറ്റീവ് അനാലിസിസ്? കമ്പയർ ചെയ്യുവാണ് അല്ലെ? ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ട്രെൻഡ് അനാലിസിസ്? ഓക്കെ, ട്രെൻഡ് അനാലിസിസ് നമുക്ക് പഠിക്കാം. ഓക്കെ, 2023 കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ, പ്രധാനപ്പെട്ട ക്യാപിറ്റൽ സ്ട്രക്ചർ റേഷ്യോ നമുക്ക് എടുക്കാം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യെസ്. 2023 ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്
0.8:1 ആണ് കേട്ടോ. 2023 ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 0.8:1 ആണ്. ഓക്കെ, 2024 കമ്പനിയുടെ ഒരേ കമ്പനിയുടെ കേട്ടോ റേഷ്യോ എന്ന് പറയുന്നത്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. സോറി, 1.2:1 ആണ്. ഓക്കെ, 2025 കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 1.9:1 ആണ്. ഇതിന്റെ ഇൻഫറൻസ് എന്താ പറഞ്ഞേടാ? 0.8:1 2023 ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, 2024 ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കിട്ടി 1.2:1, 2025 ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.9:1. ഇതിന്റെ ഇൻഫറൻസ് എന്താ? ഡെപ്റ്റ് കൂടുന്നു. ശരിയല്ലടാ? കമ്പനിയുടെ ഡെപ്റ്റ് കൂടുമല്ലേ അല്ലെ? ഈ ഭാഗം ഡെപ്റ്റും ഈ ഭാഗം ഇക്വിറ്റി ആണല്ലോ. ഞാൻ പറഞ്ഞ ആടെ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഈ ഭാഗം ഡെപ്റ്റും ഈ ഭാഗം ഇക്വിറ്റി ആണ് അല്ലേടാ? അല്ലെ? ഡെപ്റ്റ് കൂടിക്കൊണ്ടിരിക്കുവല്ലേ? ഡെപ്റ്റ് കൂടുവല്ലേടാ? മനസ്സിലാവുന്നുണ്ടോ? ഡെപ്റ്റ് കൂടുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോക്കകത്ത് അല്ലെ, ആദ്യത്തെ 2023 ഡെപ്റ്റ് എന്ത് ചെയ്തു? 2024 ആയപ്പോ കൂടി. 2024 ഡെപ്റ്റ് 2025 ആയപ്പോ കൂടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഡെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാ മനസ്സിലായത്? ബേസ്ഡ് ഓൺ ദി കമ്പാരറ്റീവ് അനാലിസിസ് ആണ് അല്ലെ. കമ്പനിയുടെ മുൻ വർഷത്തെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കമ്പയർ ചെയ്തുകൊണ്ട് ഇൻഫറൻസിൽ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി കമ്പനിയുടെ ഡെപ്റ്റിന്റെ ഡിപ്പെൻഡൻസി കൂടിക്കൊണ്ട് വരുന്നു. എന്ന് വെച്ചാൽ കമ്പനി കടം വാങ്ങി കൂട്ടുവാണെന്നാണ് ഇവിടെ അർത്ഥം. ശരിയാണല്ലോ? അതല്ലേ ഇൻഫറൻസ്? ആ ഇൻഫറൻസ് നമുക്ക് എവിടെന്നാ കിട്ടിയേ? ബേസ്ഡ് ഓൺ ദി ട്രെൻഡ് അനാലിസിസ്. ക്ലിയർ ആയോ? ഇനി പിയർ കമ്പാരിസൺ എങ്ങനെയാണ്? ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ പേര് SYZ എന്നാണ്. നമ്മുടെ കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എത്രയാടാ? 0.8:1 ആണ്. വേറൊരു കമ്പനിയാണ് MYZ. ആ കമ്പനിയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? 0.6:1 ആണ്. അങ്ങനെ രണ്ട് കമ്പനിയുടെയും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? അതാണ് പിയർ കമ്പാരിസൺ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, കിട്ടിയോ? ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇൻഡസ്ട്രിയുടെ ഒരു ആവറേജ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഒരു ആവറേജ് സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ ഒരു 1:1 ആണ് ഇൻഡസ്ട്രിയുടെ ആവറേജ് എങ്കിൽ ഈ ആവറേജുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മൾ കമ്പയർ ചെയ്യും. ഇതിനെയാണ് കമ്പാരറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ കമ്പാരറ്റീവ് അനാലിസിസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? ട്രെൻഡ് അനാലിസിസ് നമ്മൾ എന്താ കണ്ടേ? ട്രെൻഡ് അനാലിസിസിൽ നമ്മൾ കണ്ടത് എന്താ? ശ്രദ്ധിച്ചേ. ട്രെൻഡ് അനാലിസിസിൽ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്തു പോകുന്നുണ്ട് അല്ലെ, ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നുണ്ട്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിയർ കമ്പാരിസൺ നമ്മൾ പറഞ്ഞു അല്ലെ. ABC എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ABC കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കണേ 0.8 ആണ്. ഓക്കെ, CBD കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 2:5 ആണ്. 2:5. ക്ലിയർ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഫിനാൻഷ്യൽ റിസ്ക് ഏത് കമ്പനിക്കാണ്, ഇവിടെ ഇൻട്രസ്റ്റ് ബേർഡൻ ഏത് കമ്പനിക്കാണെന്നുള്ള ഇൻഫ്ലുവൻസിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും ബേസ്ഡ് ഓൺ ദി പിയർ കമ്പാരിസൺ. ദ പിയർ കമ്പാരിസൺ ഈസ് ഓൾസോ പാർട്ട് ഓഫ് എ കമ്പാരിറ്റീവ് അനാലിസിസ്. അതാണ് പറഞ്ഞു വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദെൻ അടുത്ത നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ കമ്പാരിസൺ. എങ്ങനെയാ ഇൻഡസ്ട്രിയൽ കമ്പാരിസൺ? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഇൻഡസ്ട്രിയുടെ ആവറേജ് നമ്മൾ സെറ്റ് ചെയ്യുക 1:2 അല്ലെങ്കിൽ 1:2 ആണ് ഇൻഡസ്ട്രിയൽ ആവറേജ് എടുക്കാം. കമ്പനിയിൽ എത്രയുണ്ട്? കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണെങ്കിൽ നമുക്ക് ഇൻഫറൻസ് എത്താം. ഓവർ ലിവറേജ് ആണോ അണ്ടർ ലിവറേജ് ആണോ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇത് എവിടെന്നാ കിട്ടുന്നത്? ഈ ഇൻഫറൻസ് എവിടെന്നാ കിട്ടുന്നത്? കമ്പാരറ്റീവ് അനാലിസിസിലാണ്. സോ കമ്പാരറ്റീവ് അനാലിസിസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആണോ അല്ലയോ? മനസ്സിലാവുന്നുണ്ടോ അല്ലയോ? കിട്ടിയോ? യെസ്. ഇനി നമുക്ക് അത് പറഞ്ഞാൽ പോരാ, എന്തുകൊണ്ട് ലിവറേജ് അനാലിസിസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല? അത് നമുക്ക് പറയുമല്ലോ, ശരിയല്ലേ? എന്തുകൊണ്ട് ലിവറേജിൽ പോകാൻ പറ്റുന്നില്ല? ലിവറേജ് അനാലിസിസ് എന്തുകൊണ്ട് തെറ്റാകുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിവറേജ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ ലിവറേജ് അനാലിസിസ് ഉണ്ട്? ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്,
ആദ്യം കേൾക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിക്കും കേട്ടോ. ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിന്റെ ഒരു തുടക്കം പറയുന്ന കേട്ടോ. യെസ്, നമ്മൾ തുടങ്ങിയിട്ടൊന്നും ഇല്ല, ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മളൊന്ന് എക്സാം എന്താണെന്നൊന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്ന കേട്ടോ. നിങ്ങൾ അറിയത്തില്ലാത്തവരോ ബുദ്ധിമുട്ടുള്ളവരോ ഒന്നും പേടിക്കണ്ട, വളരെ കൃത്യമായിട്ട് നമ്മൾ സംഗതികൾ എടുത്ത് പോകുന്നതാണ് കേട്ടോ. യെസ്, അപ്പൊ ഇവിടെ ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്, ഓപ്പറേറ്റ് ലിവറേജ് ഉണ്ട്, കമ്പൈൻഡ് ലിവറേജ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം അല്ലെ. യെസ്, എന്താ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് ഡെപ്റ്റ് മൂലം, അതായത് ഡെപ്റ്റ് മൂലം എന്തുണ്ടാകുന്നുണ്ട്? EPS ഏണിംഗ് പെർ ഷെയറിൽ ഉണ്ടാകുന്ന മാറ്റമാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന ലിവറേജ് അനാലിസിസ് നമ്മൾ കിട്ടുന്നത്. മനസ്സിലാവുണ്ടോ? ഓക്കെ, അവിടെ നിങ്ങൾ കുറച്ചും കൂടെ അത്രയും വലിയ കട്ടിയൊന്നും എടുത്തില്ലേലും കുഴപ്പമില്ല, ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇതൊന്ന് വിട്ടേക്കാം, നമുക്ക് ഇതിലേക്കൊക്കെ വരാം. നമ്മൾ പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കും. നിങ്ങൾക്കറിയാലോ 3 തരത്തിലുള്ള ലിവറേജ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. ഓപ്പറേറ്റ് ലിവറേജ് ഉണ്ട്, ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്, കമ്പൈൻഡ് ലിവറേജ് ഉണ്ട്. എടാ, ഇത് ഏതൊക്കെ മെഷർ ചെയ്യും? റിസ്ക് മെഷർ ചെയ്യും അല്ലെ, റിസ്ക് മെഷർ ചെയ്യും അല്ലെ. ഡെപ്റ്റ് എത്രമാത്രം ഏണിംഗ് പെർ ഷെയറിൽ അല്ലെ, ഡെപ്റ്റ് എത്രമാത്രം ഏണിംഗ് പെർ ഷെയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പഠിക്കും. ഫിക്സഡ് കോസ്റ്റിന്റെ കമ്പോണന്റ് എത്രയാണെന്ന് പഠിക്കും. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ലിവറേജ് അനാലിസിസിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കിട്ടിയോ? ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഒരു പാർട്ട് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതാ പ്രശ്നം. ഒൺലി 1 പാർട്ട് മാത്രമേ പഠിക്കുന്നുള്ളൂ. കിട്ടിയോ? ഒരു ബ്രോഡർ ലെവലിൽ പോകുന്നുണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? കമ്പനിയുടെ റിസ്ക് പഠിക്കുന്നു, ഡെപ്റ്റും EPSും തമ്മിലുള്ള എഫക്ട് പഠിക്കുന്നു, ഫിക്സഡ് കോസ്റ്റ് പഠിക്കുന്നു, ഫിക്സഡ് കോസ്റ്റിന്റെ എഫക്ട് പഠിക്കുന്നു. ഇതിന്റെ അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അതേസമയം നിങ്ങൾ മനസ്സിലാക്കി കമ്പാരിറ്റീവ് അനാലിസിസിൽ എന്താ? നമ്മുടെ തന്നെ ട്രെൻഡ് പഠിക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആണെന്നുണ്ടോ? വേറൊരു ഫേമുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റീവ് ഫേം അല്ലെങ്കിൽ പിയർ ഫേമുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ ഡെപ്റ്റും നമ്മുടെ ഡെപ്റ്റും അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറും നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറും കമ്പൈൻ ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ആവറേജുമായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആണെന്നുണ്ടോ? പക്ഷെ ലിവറേജ് അനാലിസിസ്, അതാ നിങ്ങൾ മനസ്സിലാക്കണ്ടേ. ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഒരു പാർട്ട് മാത്രമേ പഠിക്കുന്നുള്ളൂ. കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലിവറേജ് അനാലിസിസ് ഏതാ പഠിക്കുന്നത്? ഡെപ്റ്റ് EPSനെ അഫക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ശരിയാണോ? അല്ലേ? അതിന്റെ അപ്പുറത്തേക്കുള്ള ബ്രോഡർ കൺസെപ്റ്റിലേക്ക് ലിവറേജ് അനാലിസിസ് പോകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഏതാണ് ബ്രോഡർ സെൻസിലാണ് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ആൻസർ മാറുന്നത്. മനസ്സിലാവുണ്ടോ? ഡെപ്റ്റ് മൂലമുള്ള റിസ്ക് പഠിക്കുന്നുണ്ട്, ഡെപ്റ്റ് മൂലം EPSനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പഠിക്കുന്നുണ്ട്. എന്നാൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ മുഴുവൻ വിലയിരുത്തലും എവിടെ നടക്കുന്നില്ല? ലിവറേജ് അനാലിസിസ് നടക്കുന്നില്ല. അതാണ് പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി വേറൊരു ചോദ്യം ഞാൻ പറയട്ടെ. ഇതിന്റെ വേറൊരു അപ്രോച്ച് പറയട്ടെ. എടാ, ഇപ്പൊ ഈ ലിവറേജ് അനാലിസിസ് അത് ഫിനാൻഷ്യൽ ലിവറേജ് ആണോ, ഓപ്പറേറ്റ് ലിവറേജ് ആണോ, കമ്പൈൻഡ് ലിവറേജ് ആണോ എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഏതോ ഒരു ലിവറേജ് എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. ശരിക്കും ഫിനാൻഷ്യൽ ലിവറേജ് മാത്രമല്ലേ ഡെപ്റ്റും അതുവഴിയുള്ള EPSും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നത്? ശരിയാണോ അല്ലയോ? ഫിനാൻഷ്യൽ ലിവറേജിലല്ലേ ഡെപ്റ്റും EPSും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നത്. എന്നാൽ ഓപ്പറേറ്റ് ലിവറേജിൽ എന്താ പഠിക്കുന്നത്? നമ്മുടെ സെയിൽസും അല്ലെ എബിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ പഠിക്കുന്നുള്ളൂ. ശരിയല്ലേ? സെയിൽസും EPSും തമ്മിലുള്ള എബിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലേ പഠിക്കുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുന്ന കേട്ടോ. തുടക്കമുള്ള ക്ലാസ് ഇങ്ങനൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞു തന്നിട്ട് തുടങ്ങുക കേട്ടോ. സ്വാഭാവികമായിട്ടും ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒരു ബ്രോഡർ സെൻസിൽ നമ്മൾ കാണണം. ആ ബ്രോഡർ സെൻസിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പഠിക്കണമെങ്കിൽ അത് കമ്പാരിറ്റീവ് അനാലിസിസിലെ പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോടാ? ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചത് എന്താണ്? അതിന്റെ ബ്രോഡർ അപ്രോച്ചിലാണ് നമ്മൾ ചോദിച്ചത്. ലിവറേജ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ലിവറേജ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് എങ്ങനെ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിലെ ഡെപ്റ്റിന്റെ കോമ്പോണൻസ് എങ്ങനെ കമ്പനിയുടെ EPS ഏണിംഗ് പെർ ഷെയർ അല്ലെങ്കിൽ കമ്പനിയുടെ കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ കമ്പനിയുടെ എന്താണ് പ്രോഫിറ്റബിലിറ്റിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ പാർട്ട് മാത്രമേ പഠിക്കുന്നുള്ളൂ. ശരിയല്ലേ? ആണോ അല്ലയോ? അതല്ലേടാ സ്ട്രോങ് ആയിട്ട് പഠിക്കുന്ന അല്ലേ? പക്ഷെ ഒരു ഫേമിന്റെ ടോട്ടൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അതിന്റെ ഇൻഫ്ലുവൻസിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കമ്പാരറ്റീവ് അനാലിസിസ് വേണം. മനസ്സിലാണ്ടോ? സോ ഈ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ബേസ് ചെയ്തിട്ടേ കിട്ടത്തുള്ളൂ? ബേസ് ആണ് PYQ കിട്ടത്തുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2014 ഇത് ഏതാ വർഷം? 2026. 2014 ഒരു PYQ നമ്മൾ എടുക്കുമ്പോൾ
ഇത്രയും നല്ലൊരു ഇൻഫറൻസ് നമുക്ക് എക്സാമിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഞാൻ പറയുന്നതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആശയം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതായത് വളരെ ഇതിപ്പോ ഈ എന്തുകൊണ്ട് ഡി വന്നില്ല അതാണ് നമ്മുടെ ചോദ്യം. മനസ്സിലാണ്ടോ? ഡി നിങ്ങൾ ഓർത്തോണം, ലിവറേജ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ദി ഇമ്പാക്ട് ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റിന്റെ ഇമ്പാക്ട് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോടാ? ഡെപ്റ്റ്, ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഡെപ്റ്റ് മാത്രമാണോ? ഇക്വിറ്റി ഇല്ലേ? ഡെപ്റ്റ് ഇല്ലേ? റിട്ടേൺ ഏർണിങ്സ് ഇല്ലേ? അല്ലേടാ? റിസർവ് ആൻഡ് സർപ്ലസ് ഇല്ലേ? എല്ലാം ഇല്ലേ? ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ച്, കോമൺ സെൻസിൽ ആലോചിച്ച് നോക്കി, ഒരു ഫേമിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇതിലെല്ലാം ഉണ്ട് അല്ലെ? അപ്പൊ ഡെപ്റ്റ് മാത്രമുള്ളൊരു പഠനം ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഒരു ഭാഗം മാത്രമല്ലേ പഠിക്കുന്നുള്ളൂ, ഒൺലി പാർട്ട് മാത്രമല്ലേ പഠിക്കുന്നുള്ളൂ. ശരിയാണോ? അപ്പൊ അതൊരു നാരോ വ്യൂ അല്ലേ ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്നത്? ഒരു നാരോ വ്യൂ അല്ലേ? നാരോ വ്യൂ ആണ്. ഓക്കെ, അപ്പൊ കമ്പാരറ്റീവ് അനാലിസിസ് ആണ് മോർ സൂട്ടബിൾ ആൻസർ. ഓക്കെ, ഞാൻ ഇത് പറഞ്ഞത് മനസ്സിലായവർ എത്ര പേരുണ്ട്? ഞാൻ ഇപ്പൊ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായവർ? ഓക്കെ, യെസ്. ഒട്ടും മനസ്സിലാകാത്ത എത്ര പേരുണ്ടോ? വളരെ, നമ്മളെപ്പോഴും അറിയുന്നില്ലെങ്കിൽ അറിയത്തില്ല കേട്ടോ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഓക്കെ, ജിഷ, യെസ്. ഒട്ടും മനസ്സിലാകാത്തവരടാ, ഒട്ടും മനസ്സിലാകാത്തവര്. നമുക്കൊരു പുകമറ മാത്രം ഉള്ളവര്, അങ്ങനെ നിൽക്കുന്നവര്. യെസ്. ശ്രീ, അതിനകത്തൊന്നും പേടിക്കണ്ട കേട്ടോ, ഞാനൊരു ഗ്രൗണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ വളരെ എന്താണ് സീറോ ബേസിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിലേക്കാണ് വരുന്നത്. എക്സാമിന്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? ഈവൻ നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ പോലും ചോദ്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് ആൻസർ മാറാം. അപ്പൊ അവിടെ സബ്ജക്ട് നോളജും വേണം, എന്ത് വേണം? കോഗ്നിറ്റീവ് ബിഹേവിയറും വേണം, കോമൺ സെൻസും വേണം. ഇത് മൂന്നും വേണം. മനസ്സിലാവുന്നുണ്ടോ? ഈ കോമൺ സെൻസിന്റെ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ ആണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഈ പ്രാക്ടീസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? P/2 കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് കൃത്യമായിട്ട് കിട്ടും. മനസ്സിലാവുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോടാ? അപ്പൊ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ P/2 വെച്ചിട്ട് നമ്മൾ വിറക് കീറുകയല്ലടാ, വീട്ടിൽ വിറക് കീറുമല്ലോ അല്ലെ? യെസ്. ഞങ്ങളൊക്കെ ആണെങ്കിൽ പണ്ട് തൊട്ടേ വിറക് കീർച്ചയാണ്. ഞായറാഴ്ച ആയ പിന്നെ വിറക് കീർച്ച മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ വിറക് കീറിയാൽ മാത്രമേ കളിക്കാൻ പോകാൻ പറ്റുള്ളൂ, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വിറക് കീറി കഴിയുമ്പോഴത്തേന് വലിയ കഷ്ണമാണെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലേ അത്? വിറക് കീറുന്ന കണ്ടിട്ടില്ലേ? യെസ്. ഓക്കെ, അപ്പൊ വലിയ കഷ്ണമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അടുപ്പിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ ചെറിയ കഷ്ണമായിട്ടാണല്ലോ കീറുന്നത് അല്ലെ? എന്ന് പറയുന്ന പോലെ നമ്മൾ കീറി മുറിച്ച് ഓരോ MCQയും അനലൈസ് ചെയ്തോ പോകുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അത്രയും ഇൻഫറൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. യെസ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അജണ്ട എന്ന് പറയുന്നത് ഇതല്ല. ഒരു P/2 നമ്മൾ അവിടെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് എക്സാം, ഇങ്ങനെയാണ് എക്സാം, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ നമ്മൾ ആ ഒരു തലത്തിൽ വേണം ഇതിനെ പഠിക്കാൻ. പക്ഷെ നമ്മൾ ഒരു പൂ നില്ലുന്ന ഒരു ലാഘവത്തോടു കൂടി പഠനം തുടങ്ങുകയും ചെയ്യും കേട്ടോ. കോൺസെപ്റ്റ് എല്ലാം അങ്ങനെ പഠിക്കുള്ളൂ കേട്ടോ. P/2 വരുമ്പോഴാണ് എന്റെ റൂട്ട് മാറുന്നത് കേട്ടോ. നമ്മുടെ ഇന്നത്തെ അജണ്ട ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, ക്യാപിറ്റലൈസേഷൻ എന്താണ്. ക്ലിയർ ആയോ? എന്റെ ഒരു പൊതു രീതി എന്ന് പറഞ്ഞാൽ PPTയിൽ കൃത്യമായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട കണ്ടോ സ്റ്റഡി നോട്ട് പോലത്തെ നോട്ട് കൃത്യമായിട്ടുണ്ടാവും. മനസ്സിലാണ്ടോടാ? ഓക്കെ, ഇതൊക്കെ കൃത്യം കറക്റ്റ് P/2 ബേസ് ചെയ്തിട്ടുള്ള നോട്ടാണ്. പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ PPT ഞാൻ ഉപയോഗിക്കത്തില്ല. ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യും? ഇത് കളഞ്ഞിട്ട് നേരെ ഞാൻ ബോർഡിലേക്ക് പോകും. ബോർഡ് വെച്ച് മാത്രമേ ഞാൻ കണ്ടന്റ് പറയുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ +1ലും +2ലും ഒക്കെ പഠിച്ച രീതിയിൽ സബ്ജക്ട് പഠിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? PPT ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് തരും. ദെൻ ഈ PPT നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആകും. ആ ക്ലാസ്സും ആ നോട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ലെക്ചർ നോട്ട്, നിങ്ങളുടേതായുള്ള ലെക്ചർ നോട്ട് അപ്പുറത്ത് ഒരു സ്റ്റഡി നോട്ട് പ്രിപ്പയർ ചെയ്യാം. ലെക്ചർ നോട്ട് ഞാൻ ഈ ബോർഡിൽ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസെപ്റ്റ് ഫുള്ള് ലോക്ക് ചെയ്ത്, ക്യാപിറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ അത് ലോക്ക് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിനെ ബേസ് ചെയ്തിട്ടുള്ള മുഴുവൻ P/2 നമ്മൾ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും കേട്ടോ. അത് 2-3 കോൺസെപ്റ്റ് അടുപ്പിച്ച് വരുമ്പോൾ ഒരു എക്സാം നമ്മൾ നടത്തും. ആ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യും. ഓരോ കുട്ടിയുടെയും അനക്കം നമ്മളവിടെ ഇവാലുവേറ്റ് ചെയ്യും. ഓരോരുത്തരുടെയും എന്തുകൊണ്ട് മാർക്ക് കൂടി കഴിഞ്ഞ തവണത്തെക്കാളും, എന്തുകൊണ്ട് കുറഞ്ഞു, ഏതാണ് ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് തെറ്റിപ്പോയത് എന്നുള്ള രീതിയിലോ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അനലൈസ് ചെയ്യുള്ളൂ. അവിടെ ഇടുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും?
നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ കോഗ്നിറ്റീവ് ബിഹേവിയറിന് എന്ത് ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആ തരത്തിലുള്ള ചോദ്യം വേണ്ടേ? അപ്പൊ ആ തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ അവിടെ കാണിക്കൂ. മനസ്സിലാണ്ടോ? നിരന്തരമായി ചോദിച്ച് വന്ന് പഴകിയ ഒരു ചോദ്യവും അവിടെ ഉണ്ടാകില്ല കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ, നമുക്ക് തുടങ്ങാം. നമ്മൾ ക്ലാസ്സിലേക്ക് കടന്നു കേട്ടോ. ഇനിയാണ് നമ്മൾ ക്ലാസ്സിലേക്ക് പോയത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു PYQ പറഞ്ഞു. യെസ്, ആ PYQനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. യെസ്, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ക്യാപിറ്റൽ സ്ട്രക്ചർ. ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ പഠിക്കുമ്പോഴത്തേന് നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാലൻസ് ഷീറ്റ് കേട്ടോ. നമ്മൾ ഈ പുസ്തകത്തിലെ ഓപ്പറേഷൻ ഡെഫിനിഷനോ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഒന്നും എക്സാമിന് ചോദിക്കില്ല. എക്സാമിന് ഇൻഫറൻസ് മാത്രം മതി. അതായത് നമ്മൾ മറ്റേ താളിയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അല്ലെ, ചെമ്പരത്തിയുടെ ഇലയൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചേച്ചിമാരുണ്ട്, അപ്പൊ ഇവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കണം അനിയൻ എന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കൂടെ അരച്ചടിച്ച് കൊടുക്കുന്നതിന് ആ സത്തിങ് എടുക്കുമല്ലോ എന്ന് പറഞ്ഞ പോലെ എന്താണ് നമ്മൾ എടുത്ത് പഠിക്കുന്നിടത്താണ് മാറ്റർ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ബാലൻസ് ഷീറ്റിനെ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാം. ബാലൻസ് ഷീറ്റ് അല്ലെ, ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം അസറ്റ് സൈഡ് ഉണ്ട് അല്ലെ, അസറ്റ് ഉണ്ട് അല്ലെ. യെസ്, അസറ്റും ഉണ്ട്, ദെൻ ലൈബിലിറ്റി ഉണ്ട്. ഓക്കെ, ഞാൻ ആ ഓർഡറിൽ തന്നെ അങ്ങ് പറയാം, അപ്പൊ നിങ്ങൾക്കൊരു എളുപ്പം കിട്ടും അല്ലെ. യെസ്, അപ്പൊ ലൈബിലിറ്റി ആൻഡ് ഇക്വിറ്റി എന്ന് നമ്മളിപ്പോ എഴുതാറുണ്ട്. അങ്ങനെ 2013 കമ്പനീസ് ആക്ട് പ്രകാരം നമ്മൾ എഴുതുന്നു അല്ലെ. ലൈബിലിറ്റി സൈഡിൽ ഏതൊക്കെ ഉണ്ടോ? ഷെയർ ക്യാപിറ്റൽ ഉണ്ട് അല്ലെ. ഷെയർ ക്യാപിറ്റൽ ലാക്സിലാണ് പറയുന്നത്, ₹200. ജസ്റ്റ് എക്സാമ്പിൾ, റിസർവ് ആൻഡ് സർപ്ലസ് ഒരു 100 കൊടുക്കാം. ഡിബഞ്ചർ, കമ്പനിയുടെ ഡിബഞ്ചർ ആയിട്ട് എത്രയുണ്ട്? 150. ലോങ് ടൈം ബാങ്ക് ലോണ് 18. പിന്നെ ക്രെഡിറ്റേഴ്സ് കേട്ടോ, ക്രെഡിറ്റേഴ്സ് എത്രയുണ്ട്? 90 ഉണ്ട്. ബിൽസ് പേബിൾ ₹20 വെക്കാം. അതർ കറണ്ട് ലൈബിലിറ്റീസ് എല്ലാം കൂടെ കൂടിയിട്ട് ₹10. അങ്ങനെ ലൈബിലിറ്റി സൈഡിന്റെ ടോട്ടൽ പാർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 650 ആണ്, 650 ആണ്. കിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് അസറ്റ് സൈഡിലേക്ക് പോകാം. അസറ്റ് സൈഡില് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു 250 പറയാം. പ്ലാന്റ് ആൻഡ് മിഷനറി എന്ന് പറഞ്ഞിട്ട് ഒരു 180 പറയാം. ഓക്കെ, യെസ്, ഫർണിച്ചർ ആയിട്ട് നമുക്കൊരു 20 പറയാം. ഇൻവെന്ററി ആയിട്ട് നമുക്കൊരു 90 പറയാം. ദെൻ ഡെപ്റ്റേഴ്സ് ഒരു 80, ക്യാഷ് ബാലൻസ് ഒരു 30. അങ്ങനെ ടോട്ടൽ അസറ്റ് ബാലൻസും 650 ഉണ്ട്. 2 ടാലിയാണ്. ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് എന്ന് പറയും കേട്ടോ. നമ്മൾ വളരെ ലളിതമായിട്ടാണ് പഠിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. എല്ലാ സൈഡ് ആൾക്കാരുണ്ടല്ലോ കേട്ടോ. കുറെ ആൾക്കാർക്ക് ഒരു ധാരണയുള്ളവരുണ്ട്, ഒട്ടും അറിയത്തില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ എല്ലാവരുമായിട്ട് പോകുമ്പോഴാണ് നമുക്കൊരു സുഖം അല്ലെ. യെസ്, അപ്പൊ എന്താണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്? കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓൾ സോഴ്സ് ഓഫ് ഫിനാൻസ് യൂസ്ഡ് ബൈ കമ്പനി. ഓക്കെ, അതായത് ഒരു കമ്പനി യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സോഴ്സ് ഓഫ് ഫിനാൻസിനും കൂടെ കൂട്ടുന്നതാണ് ഏത് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്കറിയാം ഒരു കമ്പനിയുടെ എല്ലാ സോഴ്സും നമുക്ക് എവിടെ കാണാൻ പറ്റും? അതിന്റെ ലൈബിലിറ്റി സൈഡിൽ കാണാൻ പറ്റും. ശരിയല്ലടാ അല്ലെ. അസറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ ആണ് അല്ലെ. അത് നോട്ട് ചെയ്യണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതായത് ഈ ലൈബിലിറ്റി സൈഡ് ആണ് സോഴ്സ് എന്ന് പറയുന്നത്. കമ്പനി എവിടെ നിന്നൊക്കെ ഫണ്ട് റൈസ് ചെയ്തു, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്തു, അതിന്റെ യൂട്ടിലൈസേഷൻ ആണ് ഈ അസറ്റ് സൈഡ് എന്ന് പറയുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ബാലൻസ് ഷീറ്റ് ക്രിട്ടിക്കലിയാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഷെയർ ക്യാപിറ്റലിൽ നിങ്ങൾ 200 രൂപ കൊണ്ടുവന്നു, റിസർവ് ആൻഡ് സർപ്ലസിൽ നിന്ന് നിങ്ങൾ 100 രൂപ കൊണ്ടുവന്നു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് നിങ്ങൾ 150 രൂപ കൊണ്ടുവന്നു, ലോങ് ടൈം ബാങ്ക് ലോണിൽ നിന്ന് നിങ്ങൾ ₹80 കൊണ്ടുവന്നു. ഇതാണ് ആ കമ്പനിയുടെ ലോങ് ടൈം ഫണ്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് അല്ലെ. അപ്പൊ ലോങ് ടൈം സോഴ്സ് വന്നു. അതെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് അസറ്റ് സൈഡ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ എന്താണ്? നമ്മളിവിടെ പറഞ്ഞ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ആണ്. ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എത്രയാ? ഈ കമ്പനിയുടെ മുഴുവൻ, അതായത് ബാലൻസ് ഷീറ്റിന്റെ, കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ ആ ലൈബിലിറ്റി സൈഡിന്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ അല്ലെ. ഇപ്പൊ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ₹650 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ മുഴുവൻ ലൈബിലിറ്റി ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതിനെ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻഫറൻസിലേക്ക് എത്തിച്ചേരുന്നത്. എന്താണ്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്
ഓൾ സോഴ്സ് ഓഫ് ഫിനാൻസ് യൂസ്ഡ് ബൈ ദ കമ്പനി. ഇതിനെയാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ സ്ട്രക്ചർ നമുക്ക് രണ്ട് പോയിന്റ് ഓഫ് വ്യൂ പറയാം അല്ലെ. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഈസ് എവരിതിങ് ഓൺ ദി ലയബിലിറ്റി സൈഡ് അല്ലെ. എവരിതിങ് ഓൺ ദി ലയബിലിറ്റി സൈഡ്. എവരിതിങ് ഓൺ ദി ലയബിലിറ്റി സൈഡ്. അതായത് ലയബിലിറ്റി സൈഡിൽ നമ്മൾ പറഞ്ഞു വെക്കുന്ന മുഴുവതും, അതായത് നിങ്ങൾ നാളെ ചോദിക്കുക ലയബിലിറ്റി സൈഡിൽ ഇനി പറയാൻ ശ്രദ്ധിച്ചോണേ. ലയബിലിറ്റി സൈഡിൽ ഏതൊക്കെ വരുന്നുണ്ടല്ലോ? ലോങ് ടൈം സോഴ്സ് വരുന്നുണ്ട്, മീഡിയം ടൈം സോഴ്സ് വരുന്നുണ്ട്, ഷോർട്ട് ടൈം സോഴ്സ് വരുന്നുണ്ട്. ശരിയാണോ? അപ്പൊ ഈ ലോങ് ടൈം സോഴ്സ് ഓഫ് ഫിനാൻസ്, മീഡിയം ടൈം സോഴ്സ് ഓഫ് ഫിനാൻസ്, ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ഫിനാൻസ്, അങ്ങനെ ആകെയായിട്ടുള്ള മുഴുവൻ ലയബിലിറ്റി സൈഡും കൂടെ കൂട്ടിയാൽ കമ്പനിയുടെ എന്ത് കിട്ടും? ഫിനാൻഷ്യൽ സ്ട്രക്ചർ കിട്ടും. അപ്പൊ എന്താ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? ഒരു കമ്പനി സമാഹരിക്കുന്ന എല്ലാ സോഴ്സും അതിന്റെ ആകെ തുകേനെയാണ് വിളിക്കുന്നത് ഏത്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു കമ്പനി ലോങ് ടൈം ഫണ്ടിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ടൈമിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്, മീഡിയം ടൈമിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് ഐഡിയ കിട്ടിയോ? ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ക്ലിയർ? എടാ, അറിയത്തില്ലാത്ത കുഞ്ഞുങ്ങളോടാണ് ആദ്യം ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, എന്താണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ? ക്ലിയർ ആണല്ലോ? സൗണ്ട് ഓക്കെ ആണല്ലോ അല്ലെ? നിങ്ങൾ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. എടാ, നിങ്ങളെ ഒന്ന് മറുപടി പറയണേ കേട്ടോ, കാരണം ഇതൊരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങളുടെ മുഖം ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ഇനി അടുത്തതിലേക്ക് പോകുന്ന എന്താണ്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് കിട്ടി അല്ലെ. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താ? ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എവരിതിങ് ഓൺ ദി ലയബിലിറ്റി സൈഡ് കേട്ടോ. അത്ര മാത്രം നമുക്ക് മതി, കാരണം ഇത് ലെക്ചർ നോട്ടാണ് കേട്ടോ. എവരിതിങ് ഓൺ ദി ലയബിലിറ്റി സൈഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ചോദ്യം എന്താണ് സാറേ? ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്താണ് ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ? നമ്മളൊരു ബാലൻസ് ഷീറ്റ് പറഞ്ഞു, അവിടെ എല്ലാം പുറത്തു വെച്ചോണം കേട്ടോ. ബാലൻസ് ഷീറ്റ് മനസ്സിരുന്നോണം. എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പെർമനന്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഉള്ളി. അതാണ് ഒരു കമ്പനിയുടെ പെർമനന്റ് സോഴ്സ് ഓഫ് ഫിനാൻസിന്റെ ആകത്തുകയാണ് കേട്ടോ. പെർമനന്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഉള്ളി, അതിനെയാണ് കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏത് വരില്ല? കറന്റ് ലയബിലിറ്റീസ് വരില്ല. ഒരു കമ്പനിയുടെ കേട്ടോ, ഒരു കമ്പനിയുടെ ലോങ് ടൈം സോഴ്സുകൾ ഉണ്ടല്ലേ, ലോങ് ടൈം സോഴ്സ് ഉണ്ട്. ആ ലോങ് ടൈം സോഴ്സിന്റെ പ്രപ്പോർഷൻ പറയുന്ന പേരാണ്, അതല്ലെങ്കിൽ ലോങ് ടൈം സോഴ്സിന്റെ മിക്സിന് പറയുന്നത്, മിക്സ് എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷൻ കേട്ടോ. ഇപ്പൊ ഒരു കമ്പനിയുടെ ലോങ് ടൈം സോഴ്സിന്റെ പ്രപ്പോർഷൻ അഥവാ മിക്സിന് പറയുന്ന പേരാണ് ഏത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാരണവശാലും ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏത് കടന്നു വരത്തില്ല? കറന്റ് ലയബിലിറ്റി കടന്നു വരത്തില്ല. കാരണം ലോങ് ടൈം സോഴ്സ് എങ്ങനെയാണോ കമ്പനി ഫ്രെയിം ചെയ്തിരിക്കുന്നത്, ലോങ് ടൈം സോഴ്സ് എങ്ങനെയാണോ കമ്പനി കണ്ടെത്തിയിരിക്കുന്നത്, ആ കണ്ടെത്തിയ പ്രപ്പോർഷനെ വിളിക്കുന്ന പേരാണ് ഏത്? ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു കമ്പനി 650 കോടി അല്ലെങ്കിൽ 650 ലക്ഷം എന്ത് ചെയ്തു? കളക്ട് ചെയ്തു. അതല്ലേ നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ? യെസ്. അതിലെത്രയാണ് ലോങ് ടൈം സോഴ്സിലൂടെ കടന്നു വന്നിട്ടുള്ളത്? അതിൽ എത്ര രൂപയാണ് ലോങ് ടൈം സോഴ്സിൽ നിന്ന് മാത്രം കടന്നു വന്നിട്ടുള്ളത്? അതിന്റെ പ്രപ്പോർഷനെ വിളിക്കുന്ന പേരാണ് ഏത്? ക്യാപിറ്റൽ സ്ട്രക്ചർ. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ നമ്മൾ എക്സാമ്പിൾ എടുത്തതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു അല്ലെ, യെസ്, ഷെയർ ക്യാപിറ്റലായിട്ട് എത്ര? 200 ലക്ഷം. നിങ്ങൾ അത് ലക്ഷത്തിലേക്ക് മാറ്റിയാണ് ₹200, റിസർവ് ആയിട്ട് ₹100, ഡിബഞ്ചർ ആയിട്ട് ₹150. ഓക്കെ, അങ്ങനെ മുഴുവൻ അല്ലെ, ലോങ് ടൈം ലോണും കൂടെ നമ്മൾ പറഞ്ഞല്ലടാ 80. ഓക്കെ, അങ്ങനെ മുഴുവൻ ലോങ് ടൈം സോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 530 ആന്ന് വിചാരിച്ചു. ഈ 530യുടെ പ്രപ്പോർഷൻ പറയുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. എന്താ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ? അതായത് ഈ 530ക്കകത്ത് എത്ര
ഇന്റേണൽ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്, എത്ര എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് പറയും. ഇതിനെയാണ് നമ്മൾ മിക്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ മൊത്തം കൂടെ വിളിക്കുന്ന പേരാണ് ഇക്വിറ്റി. ക്ലിയർ ആണെന്നുണ്ടോ? ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസ് മാത്രമല്ല കേട്ടോ വരുന്നത്. അതായത് നമ്മുടെ റിസർവ് ആൻഡ് സർപ്ലസ് വരും. ഓക്കെ, റിസർവ് ആൻഡ് സർപ്ലസ് വരും. പിന്നെന്താണ് ഈ പറയുന്ന കമ്പനിയുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടെങ്കിൽ അത് വരും, കമ്പനിയുടെ ഇക്വിറ്റി ഉണ്ടെങ്കിൽ അത് വരും. അങ്ങനെ എല്ലാ ഇന്റേണൽ സോഴ്സും കൂടെ കൂടുന്നതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഇക്വിറ്റി എന്ന് പറയും. ഇക്വിറ്റി എന്ന് പറയും. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ ഓൺ ഫണ്ടിനും വിളിക്കുന്ന പേരാണ് ഇക്വിറ്റി. ഓക്കെ, യെസ്, ക്ലിയർ ആയോ? ഇനി എന്തുണ്ട് ലോങ് ടൈം സോഴ്സിൽ? ഒന്ന് ഓൺ ഫണ്ട്. ഓൺ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സോഴ്സിൽ നിന്ന് വരുന്നത്. പിന്നെ ആണ് ബോറോഡ് ഫണ്ട്, അതാണ് ഡെപ്റ്റ്. ഓക്കെ, ബോറോഡ് ഫണ്ട് നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന ഫണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഡിബഞ്ചർ. ഓക്കെ, പിന്നെ എന്ത് വരും? ലോങ് ടൈം ലോണുകൾ വരും. ഇതൊക്കെയാണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ ഇക്വിറ്റിയുടെയും ഡെപ്റ്റിന്റെയും മിക്സിനെ വിളിക്കുന്ന പേരാണ് മിക്സ്, അല്ലെങ്കിൽ പ്രപ്പോർഷൻ എന്ന് പറയുന്ന പേരാണ് ഏത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. ക്ലിയർ ആയോ? അപ്പൊ നമ്മളൊരു 100 കോടി രൂപ ലോങ് ടൈം സോഴ്സ് ആയിട്ട് കളക്ട് ചെയ്തു. എന്നുവെച്ചാൽ 100 കോടി രൂപ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലോങ് ടൈം സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 60 കോടി രൂപ നമ്മൾ കളക്ട് ചെയ്തത് ഡെപ്റ്റാണ്. അതായത് പുറത്ത് ഡിബഞ്ചർ ഉപയോഗിച്ചുകൊണ്ടോ ബാങ്ക് ലോൺ ഉപയോഗിച്ചുകൊണ്ടോ വെളിയിൽ നിന്ന് കടത്തിലാണ് നമ്മൾ 60 കോടി രൂപ കളക്ട് ചെയ്തേക്കുന്നത്. റെസ്റ്റ് ഓഫ് ദി എമൗണ്ട് 40 കോടി രൂപ നമ്മൾ കളക്ട് ചെയ്ത് എവിടുന്നാണ്? ഇക്വിറ്റി എന്നാണ്. ദാറ്റ് മീൻസ് അത് റിസർവ് ആകാം, റിട്ടേൺസ് ആകാം, ഇക്വിറ്റി ആകാം, എവിടെ നിന്നും ആകാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എത്രയാടാ? 16:40 അല്ലേ? 60:40 അല്ലേ? ഇതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. കിട്ടിയോ? ഇതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മീനിങ്. വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ്, ഏറ്റവും സിംപ്ലിഫൈ ചെയ്താണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഈ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് ഏത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ ആയോ? അപ്പൊ ലോങ് ടൈം സോഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ആ ലോങ് ടൈം സോഴ്സിന്റെ മിക്സിന് പറയുന്ന, അതിന്റെ പ്രപ്പോർഷന് പറയുന്ന പേരാണ് ഏത്? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയും. ക്യാപിറ്റൽ സ്ട്രക്ചർ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ പറയുന്നത്? വ്യക്തമായിട്ട് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ടോട്ടൽ കൺക്ലൂഷൻ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, യെസ്. എന്താണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ? Financial structure is the term used to denote the entire capital composition of a company. Entire capital composition of a company. അതിനെ വിളിക്കുന്ന പേരാണ് ഏത്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയും. അവിടെ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യൂടാ? ലോങ് ടൈം, മീഡിയം ടൈം ആൻഡ് ഷോർട്ട് ടൈം ഫിനാൻസുകൾ എവിടെ വരും? ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് പറയാം? ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഇറ്റ് റെപ്രസെന്റ് ദി ലൈബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇത്രയും മാത്രം മതി. അതായത് കമ്പനിയുടെ ടോട്ടൽ ലൈബിലിറ്റി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് ഏത്? ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, യെസ്, ക്ലിയർ. ഓക്കെ അല്ലേടാ? ഫിനാൻഷ്യൽ സ്ട്രക്ചർ ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. ഇനി എന്താണ് ഈ പറയുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ക്യാപിറ്റൽ സ്ട്രക്ചർ കേട്ടോ. യെസ്, ക്ലിയർ. The proportion of, note ചെയ്യണേ, the proportion of various type of long time funds used in the capitalization is called capital structure. Various long time funds used in the capitalization is called capital structure. അതായത് ക്യാപിറ്റലൈസേഷനിലേക്ക് ഉപയോഗിച്ചിട്ടുള്ള
വേരിയസ് ലോങ് ടൈം സോഴ്സ് ഓഫ് ഫണ്ട് ഉണ്ട്. അതിന്റെ പ്രപ്പോർഷൻ പറയുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു വേർഡ് ഉപയോഗിച്ചു അല്ലെ, എന്താണ് ക്യാപിറ്റലൈസേഷൻ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ക്യാപിറ്റലൈസേഷൻ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ ആണെന്നുണ്ടല്ലോ? ഞാൻ കൊണ്ടുപോകുന്ന ഒരു റൂട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? എടെ എല്ലാവരും ഒന്ന് റിപ്ലൈ തരണേ, എല്ലാവരും ഒന്ന് റിപ്ലൈ തരണം കേട്ടോ, എന്നെങ്കിലല്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. എന്താണ് ക്യാപിറ്റലൈസേഷൻ? എന്താണ് ക്യാപിറ്റലൈസേഷൻ? വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇത് ബേസ് ആയിട്ട് പഠിച്ചു പോയില്ലേ ഉണ്ടല്ലോ. എന്താണ് ക്യാപിറ്റലൈസേഷൻ? ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ the sum total of long term funds deployed in a company is called capitalization. The sum total of long term funds deployed in a company is called capitalization. Okay. അതായത് ഒരു കമ്പനിയിൽ ലോങ് ടൈം സോഴ്സ് ഓഫ് ഫണ്ട്, അതായത് ഇക്വിറ്റി ഉപയോഗിച്ചുകൊണ്ട്, ഡിബഞ്ചർ ഉപയോഗിച്ചുകൊണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉപയോഗിച്ചുകൊണ്ട്, റീറ്റേൺഡ് ഏർണിങ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഓക്കെ, അല്ലെങ്കിൽ റിസർവ് ആൻഡ് സർപ്ലസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമ്മൾ കളക്ട് ചെയ്ത ടോട്ടൽ ലോങ് ടൈം ഫണ്ട്സ് 5 കോടി രൂപയാണെങ്കിൽ ആ 5 CR എന്ന് പറയുന്ന പേരാണ് ഏത്? ക്യാപിറ്റലൈസേഷൻ. കിട്ടിയോ? ക്യാപിറ്റലൈസേഷൻ. ഈ 5 CRൽ 5 കോടിയിൽ ഇക്വിറ്റി ആയിട്ട്, ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഓർക്കണേ, അവിടെ എല്ലാ ഇന്റേണൽ സോഴ്സും വരും കേട്ടോ. എല്ലാ ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ചെയ്യുന്നു, പ്രിഫറൻസ് ചെയ്യുന്നു, റിട്ടേൺ ഏർണിങ്സ് ചെയ്യുന്നു, റിസർവ് ആൻഡ് സർപ്ലസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള മുഴുവൻ എമൗണ്ടും വരും. അതിൽ 5 കോടി രൂപ നമ്മൾ കളക്ട് ചെയ്ത് ഇക്വിറ്റിയിൽ നിന്ന്, അതായത് ഓൺ ഫണ്ടിൽ നിന്നാണ്. ഓക്കെ, അത് എത്രയാണ്? 3 CR നമ്മൾ ഇക്വിറ്റി വഴിയും, ഓക്കെ, ഡെപ്റ്റ് വഴി, അതായത് ഔട്ട്സൈഡ് ബോറോയിങ്സിൽ നിന്ന് 2 CR കളക്ട് ചെയ്തു. അങ്ങനെ 5 കോടി രൂപ കളക്ട് ചെയ്തു. ഓക്കെ, അതായത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്, ഇവിടുത്തെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? ഡെപ്റ്റ് 2ഉം ഇക്വിറ്റി 3 അല്ലെ, 2:1. ഈ 2:1 എന്ന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. മനസ്സിലാണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത് സം ടോട്ടൽ ഓഫ് ലോങ് ടൈം ഫണ്ട്സ് ഡിപ്ലോയ്ഡ് ഇൻ എ കമ്പനി. അതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ആണോ? അല്ല, ക്യാപിറ്റലൈസേഷൻ. ക്ലിയർ അല്ലേ? സം ടോട്ടൽ ഓഫ് ലോങ് ടൈം ഫണ്ട്സ് ഡിപ്ലോയ്ഡ് ഇൻ എ കമ്പനി ഇസ് നോൺ ആസ് ക്യാപിറ്റലൈസേഷൻ. ഒരു കമ്പനി ഉപയോഗിക്കുന്ന എല്ലാ ലോങ് ടൈം സോഴ്സ് ഓഫ് ഫണ്ടിന്റെ കൂടെ ആകെ തുക, ക്വാണ്ടിറ്റി ആണ് ഇവിടെ പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റലൈസേഷൻ. അതാണ് 5 കോടി രൂപ. ആ ടോട്ടൽ ഫണ്ടിൽ അതിന്റെ പ്രപ്പോർഷൻ, ഡെപ്റ്റ് എത്ര, ഇക്വിറ്റി എത്ര, അതിന്റെ മിക്സ്, ഇതാണല്ലോ മിക്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇതിനെയാണ് നമ്മൾ മിക്സ് എന്ന് പറയുന്നത്. ഈ 5 കോടി, ഈ ടോട്ടൽ ക്യാപിറ്റലൈസേഷന്റെ അകത്ത് എത്ര ഇക്വിറ്റി ഉണ്ട്, എത്ര ഡെപ്റ്റ് ഉണ്ട്, അതാണ് 2:3 എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിനെ വിളിക്കുന്ന പേരാണ് ഏത്? ക്യാപിറ്റൽ സ്ട്രക്ചർ. ഞാൻ ഈ പറഞ്ഞ ആശയത്തെ മൊത്തം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം. ഒരു കമ്പനിയിലെ ലൈബിലിറ്റി സൈഡ് എടുത്തു, ഒരു കമ്പനിയുടെ ലൈബിലിറ്റി സൈഡ് എടുത്തപ്പം അവിടെ എത്രയുണ്ട്? മുഴുവൻ ടോട്ടൽ കമ്പനിയുടെ ലൈബിലിറ്റി സൈഡിന്റെ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ എന്ന് പറയുന്നത് 500 കോടിയാന്ന് വിചാരിച്ചു. 500 കോടിയാണ്. ഈ 500 കോടി എന്ന് പറയുമ്പം അതിനകത്ത് എത്രയൊക്കെ ഉണ്ടടാ? ലോങ് ടൈം സോഴ്സ് ഓഫ് ഫണ്ട് ഉണ്ട്, മീഡിയം ടൈം സോഴ്സ് ഓഫ് ഫണ്ട് ഉണ്ട്, ഷോർട്ട് ടൈം സോഴ്സ് ഓഫ് ഫണ്ട് ഉണ്ട്. ഇതിന്റെ ആകെ തുകയാണ് ഈ 500 കോടി എന്ന് പറയുന്നത്. ഈ 500 കോടിക്ക് പറയുന്ന പേരാണ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ. മനസ്സിലാകുന്നുണ്ടോ? ഈ 500 കോടിക്കകത്ത്, ഓക്കെ, ലോങ് ടൈം സോഴ്സ് എന്ന് പറയുന്നത്, ലോങ് ടൈം സോഴ്സ് അതായത് ഇക്വിറ്റിയും ഡെപ്റ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കളക്ട് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് 300 കോടിയാണ്. 300 കോഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 300 കോടിക്ക് പറയുന്ന പേരാണ് ക്യാപിറ്റലൈസേഷൻ. ക്ലിയർ? ആ 300 കോടിക്കകത്ത്, ഓക്കെ, യെസ്, 200 കോടി ഡെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഡിബഞ്ചറോ ലോണോ ഉപയോഗിച്ചുകൊണ്ട് കളക്ട് ചെയ്തു. ബാക്കി 100 കോടി ഓൺ ഫണ്ട് ഇക്വിറ്റി ഉപയോഗിച്ചുകൊണ്ട് കളക്ട് ചെയ്തു അല്ലെ. അപ്പൊ ഇവിടുത്തെ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടുത്തെ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് എന്ന് പറയുന്നത് 2:1 ആണെന്ന് വേണേൽ പറയാം അല്ലെ. 200 കോടി എന്താണ് ഡെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടും 100 കോടി ഇക്വിറ്റി ഉപയോഗിച്ചുകൊണ്ടും കളക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രക്ചറായി, ക്യാപിറ്റലൈസേഷൻ ആയി, ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്ലിയർ ആയോ?
ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഈ 3 കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? യെസ്, ക്ലിയർ. ഇനി എക്സാമിന് വരുന്ന സംഗതികൾ എന്താണ്? ഇത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കണ്ടന്റ് ഒക്കെയാണ് കേട്ടോ. ബേസ് കുറച്ച് കുറവുള്ള കുട്ടികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രയും കയറ്റി അത് പറഞ്ഞത് കേട്ടോ. കണ്ടന്റ് നിങ്ങൾക്ക് ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? എടാ എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എങ്ങോട്ടാ പോകുന്നതെന്നും. എടാ ഇപ്പൊ പഠിപ്പിച്ചത് ഇപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ കുറച്ചു പേർക്ക് മനസ്സിലാകാതൊക്കെ വന്നിട്ടുണ്ടാകാം. ഈ ഇപ്പൊ പഠിപ്പിച്ച കണ്ടന്റ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്താണ്, ക്യാപിറ്റലൈസേഷൻ എന്താണ്, ഇത് മനസ്സിലാക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോടാ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഏത് അറ്റത്തിലും പോവാം. യെസ്, അങ്ങനെയാണെങ്കിൽ കൈയടിച്ച് പാസ്സാക്കുക. ഓക്കെ, നിങ്ങൾ കൈയടിച്ച് പാസ്സാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത ടോപ്പിക്കിലേക്ക് പോയി. ഓക്കെ, യെസ് ക്ലിയർ. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യണം. നമ്മൾ എന്താ പറയുക, പഠിച്ച് നമ്മൾ ഇച്ചിരി കയറുമ്പോൾ നമുക്ക് ഓർക്കും ഇത്രയും സംഗതികൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളൊരു കൃത്യമായ ധാരണ മനസ്സിലാവും കേട്ടോ. യെസ്, ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ ഇൻഫറൻസിലേക്ക് പോവാം കേട്ടോ. യെസ്, ഇനി ഞാൻ പറയുന്ന ഇൻഫറൻസുകളെല്ലാം നിങ്ങൾ ഷോർട്ട് നോട്ട് ആയിട്ട് വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ എവരിതിങ് ഓൺ liability side. Everything on liability side. Capital structure is equal to permanent finance only. Capitalization is equal to amount of permanent capital. കിട്ടിയോ? വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. amount of permanent capital. Clear? Okay. Yes. Okay അല്ലേ? യെസ്, നോട്ട് ചെയ്യണേ, വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. ഞാൻ 2 സ്റ്റേറ്റ്മെന്റ് പറയാം, ശ്രദ്ധിച്ചോണം കേട്ടോ. ക്യാപിറ്റൽ, യെസ് ശ്രദ്ധിച്ചോണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിന്റെ PYQ ബേസ് ചെയ്തിട്ടുള്ള 1-2 അപ്രോച്ച് പറയാം. ക്യാപിറ്റൽ സ്ട്രക്ചർ based on quality of capital. Capitalization is based on quantity of capital. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? Capital structure is based on quality of capital. Capitalization is related to quantity of capital. ഇത് ശരിയാണോ തെറ്റാണോ? ഈ ചോദ്യം മനസ്സിലാകാത്തവരുണ്ടോ? Capital structure is based on quality of capital, but capitalization is related to quantity of capital. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? യെസ്, ശരിയാണ് അല്ലെ? അതായത് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആണ് പറയുന്നത്. അതായത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഡെപ്റ്റ് ഫ്രെയിം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇക്വിറ്റി ഫ്രെയിം ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതിന്റെ ക്വാളിറ്റി ആണ് കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതേസമയം ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കാണിക്കുന്നത്? ക്വാണ്ടിറ്റിയാ അല്ലെ? അതിന്റെ സം ടോട്ടൽ ഓഫ് ഓൾ ദ ലോങ് ടൈം ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ക്യാപിറ്റലൈസേഷൻ ആണ്. അതുകൊണ്ട് അതിന്റെ ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടോ? സാറ് പറഞ്ഞ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടോ. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ നിങ്ങൾ പറഞ്ഞാൽ മതി. Capital structure determined by external factors only. Okay, yes.
capitalization determined by internal factors only. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ഓക്കെ, ഇത് ട്രൂ ആണോ അതോ ഫോൾസ് ആണോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻഡ് ബൈ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓൺലി. യുക്തിപൂർവ്വം ചിന്തിക്കണം, നിസ്സാര ചോദ്യമല്ല. ക്യാപിറ്റലൈസേഷൻ ഡിറ്റർമൈൻഡ് ബൈ ദി ഇന്റേണൽ ഫാക്ടേഴ്സ് ഓൺലി. ബോത്ത് സ്റ്റേറ്റ്മെന്റ് വേണേ, ബോത്ത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണോ, സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണോ, സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണോ, സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ്, എങ്ങനെ വേണമെങ്കിലും കമന്റ് ചെയ്യാം. ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ കൺക്ലൂഷൻ ആണ്. എടാ എന്റെ അപ്രോച്ച് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? എടാ ഞാൻ എന്റെ റൂട്ട് ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ഒരു സാധനം തരുന്നു, അതിനെ പിന്നെ ഞാൻ ഗ്രിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. Capital structure determined by the external factors only. Capitalization determined by internal factors only. Yes. വേറെ ആർക്കും അഭിപ്രായം ഇല്ലാത്തതാണോ മനസ്സിലാകത്താണോ? അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി കമന്റ് ചെയ്യാം. യെസ്, ട്രൂ പറഞ്ഞ എല്ലാവർക്കും ഒരു കൈയ്യടി കൊടുത്തേക്കുക. ട്രൂ ആണ് കേട്ടോ, നിസ്സാര ചോദ്യമല്ല, ട്രൂ ആണ്. വെറുതെ അങ്ങനെ ട്രൂ പറയണമെങ്കിൽ അതിനൊരു ചങ്കൂറ്റം ഉണ്ടാകണം, അതിനകത്ത് സബ്ജക്ട് നോളജ് ഉണ്ടാകണം. ഓക്കെ, എടാ ഇത് മനസ്സിലാകാത്ത ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞേ. ആർക്കൊക്കെ മനസ്സിലായില്ല നമുക്കത് പറയാം, ചർച്ച ചെയ്യണമല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാകാത്തവർ അങ്ങനെയില്ല, മനസ്സിലാകാത്തവർ കൈ പൊക്കിയാൽ മതി. അതിൻ്റെ അകത്ത് കൈയൊക്കെ ഉണ്ടല്ലോ, കൈയൊക്കെ പൊക്കാം. യെസ്, എടാ പേര് യെസ്, പ്രസിയ അല്ലെ? യെസ്, പ്രസിയ ടി എസ് ശരിയല്ലടാ? ഓക്കെ, യെസ്. വേറെ 2-3 പേര് പറയണമല്ലോ. എടാ നിങ്ങൾ ഒളിച്ചിരിക്കണം. ഞാനിപ്പോ പ്രസിയയുടെ പേര് പറഞ്ഞു. യെസ്, പ്രസിയയുടെ പേര് ഞാൻ ഓർത്തു. പ്രസിയ റെഗുലർ അഡ്മിഷൻ ആണോ? റെഗുലർ ആയിട്ട് അഡ്മിഷൻ എടുത്താണോ? ഓക്കെ, പ്രസിയ അല്ലാണ്ട് വേറെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. 2 പേര് പക്ഷെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ ഒരാളോട് പറ, നിങ്ങളുടെ പേരൊക്കെ പഠിക്കണമല്ലോ അതല്ലേ? സാർ എന്ന് പറയാനാണോ? അങ്ങനെയാണോ? എടാ എനിക്കൊരു മീറ്റർ വേണ്ടേ? നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാത്ത എത്ര പേരുണ്ട്, എന്താണ് സംഭവം? ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നും മിണ്ടുന്നില്ല അല്ലെ? യെസ്. അപ്പൊ എന്താണ് സംഭവം? എടാ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻഡ് ബൈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓൺലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കുറച്ച് മനസ്സിലാക്കണം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എടാ ഡെപ്റ്റിന്റെയും ഇക്വിറ്റിയും ഡിസൈൻ ചെയ്യുന്നതാണല്ലോ. ശരിയല്ലടാ? ശരിയാണല്ലോ. ഡെപ്റ്റ് ഇക്വിറ്റിയും ഡിസൈൻ ചെയ്യുന്നതാണല്ലോ. എത്ര ഡെപ്റ്റ് വേണം, എത്ര ഇക്വിറ്റി വേണം, അമ്മ കറക്റ്റ്? ഓക്കെ അല്ലേടാ? ഡിസൈൻ ചെയ്യുന്നതാണ് അല്ലെ? ഡെപ്റ്റ് കൂട്ടണം, ഡെപ്റ്റ് കുറയ്ക്കണം. ഏത് തീരുമാനപ്രകാരമാണ്? ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രകാരമാണ്. ശരിയല്ലേ? ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും? RBIയുടെ പോളിസി ആയിട്ട് നിൽക്കും. ശരിയാണല്ലോ? RBIയുടെ പോളിസി എന്തുമായിട്ട് നിൽക്കും? എക്കണോമിയിലെ GDP കണ്ടീഷൻ, എക്കണോമിയുടെ സ്റ്റെബിലിറ്റി, DOP, ഒരുപാട് കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇതൊരു എക്സ്റ്റേണൽ ഫാക്ടർ അല്ലേ? മനസ്സിലായോടാ എവിടം വരെ പോയെന്ന്? അത് എക്സ്റ്റേണൽ ഫാക്ടർ ആണ്. മനസ്സിലാണ്ടോ? അപ്പൊ നമ്മൾ ഡെപ്റ്റ് വേണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഏതിന്റെ ബേസിലാ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ബേസിലാ. ശരിയല്ലടാ? ഇപ്പം നമുക്കിപ്പം ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ നമ്മൾ ഇക്വിറ്റി ഡിപ്പെൻഡ് ചെയ്യുവോ? ഇല്ല, നമ്മൾ ഡെപ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അമ്മ കറക്റ്റ്? ക്ലിയർ അല്ലേ? ഡെപ്റ്റ് അല്ലേ? ശരിയല്ലടാ? ഡെപ്റ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ആ പരിസരത്തോട്ട് പോവോ? ഇല്ല, ഇക്വിറ്റിയിലേക്ക് പോവും. ശരിയല്ലേ? അതോടൊപ്പം തന്നെ ഷെയർ മാർക്കറ്റ് അല്ലെ? ഷെയർ മാർക്കറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ കൺട്രോൾ ഓഫ് കമ്പനി ആണോ അല്ലയോ? അതെ. അതെ, ശരിയല്ലടാ? അല്ലെ? ക്യാപിറ്റൽ മാർക്കറ്റിന്റെ കണ്ടീഷൻ നമ്മുടെ കൺട്രോളുള്ളതാണോ? അല്ല, അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയത്തില്ലേ ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ശരിയല്ലേ? ക്ലിയർ ആണോ? സാറിന്റെ ആശയം മനസ്സിലായോ? ക്ലിയർ ആണോടാ? ഓക്കെ, യെസ്.
ഇനി നമ്മൾ പറഞ്ഞു ക്യാപിറ്റലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യാപിറ്റലൈസേഷൻ എവിടെ അഫക്ട് ചെയ്യുന്നുള്ളൂ? ഇന്റേണൽ ഫാക്ടേഴ്സോ അഫക്ട് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ട്? ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ മോനെ എന്താ പറയുന്നത്? ക്വാണ്ടിറ്റി ആണ് പറയുന്നത്, അല്ലെ പ്രസിയ? കിട്ടിയില്ലടാ, ക്വാണ്ടിറ്റി ആണ്. അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് ലോങ് ടൈം ഫണ്ട്, അതിനെയാണല്ലോ നമ്മൾ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എത്ര വേണം? ഇപ്പൊ പ്രസിയ ഒരു കമ്പനി നടത്തുന്നു, ആ കമ്പനിക്ക് 100 കോടി രൂപ വേണോ? ലോങ് ടൈം ആയിട്ട് വേണോ? 50 കോടി രൂപ വേണോ? അതോ 25 കോടി രൂപയാണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? കമ്പനിയാണ്. ശരിയല്ലടാ? പുറത്തുനിന്നുള്ളവരല്ലല്ലോ തീരുമാനിക്കുന്നത്, അല്ലെ? നമ്മുടെ ഇപ്പൊ പീരീഡ് ഓഫ് ഫണ്ട്, നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ആ വരുന്നതെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ലോങ് ടൈം ഫണ്ട്സിലേക്ക് പോകും, അല്ലെ? ശരിയാണല്ലോടാ? ഒരു ഷോർട്ട് ടൈം റിക്വയർമെന്റ് ആണെങ്കിൽ നമ്മൾ ലോങ് ടൈം ഫണ്ട്സിലേക്ക് പോവോ? ഇല്ല, അല്ലെ? അപ്പൊ അത് ഫണ്ട് റിക്വയർമെന്റ്. ആ ഫണ്ട് റിക്വയർമെന്റ് കമ്പനിയുടെ ഇന്റേണൽ മാറ്ററാ, ശരിയല്ലേ? കമ്പനിക്ക് തീരുമാനിക്കാം ആ റിക്വയർമെന്റ്. മനസ്സിലാവുന്നുണ്ടോ? ശരിയല്ലേടാ? അല്ലെ? അതോടൊപ്പം തന്നെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, കമ്പനിയുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ ആരാ തീരുമാനിക്കുന്നത്? കമ്പനിയാണ്. ലാർജ് സ്കെയിൽ ആണെങ്കിലാണല്ലോ നമ്മൾ ലോങ് ടൈമിലേക്ക് പോകുന്നത്. അപ്പൊ ലാർജ് വേണോ സ്മോൾ ആണോ നമ്മുടെ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്നൊക്കെ ആരാ തീരുമാനിക്കുന്നത്? അത് കമ്പനിയാണ് തീരുമാനിക്കുന്നത്. അതായത് ഇത് കമ്പനിയുടെ കൺട്രോൾ ലിമിറ്റിന്റെ അകത്ത് നിൽക്കുന്ന ഡിസിഷൻ ആണ്. ഏത്? ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. എത്ര കോടി രൂപ വേണമെന്ന് തീരുമാനിക്കുന്ന കമ്പനിയാണ്. കമ്പനിയുടെ ഫണ്ട് റിക്വയർമെന്റ് ബേസിലാ. റിസിക്ക് മനസ്സിലായോ മോനെ? ക്ലിയർ ആണോ? അതുകൊണ്ട് അത് ഇന്റേണൽ അല്ലേ? അതുകൊണ്ട് അത് ഇന്റേണൽ ആണ്. ക്ലിയർ ആയോ? മനസ്സിലായോ മക്കളെ? മനസ്സിലായോടാ? യെസ്. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ശ്രദ്ധിച്ചേടാ, നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, അല്ലെ? ഇതുണ്ടോ? നിങ്ങൾക്കുള്ള നോട്ടാണ്, നിങ്ങൾക്ക് നാളെ കിട്ടുന്ന നോട്ടാ. ഉണ്ടോ? നിങ്ങൾ ഒരു ലെക്ചർ നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ സ്റ്റഡി നോട്ടാണ് കേട്ടോ. ഈ നോട്ടിന്റെ അകത്ത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും എഴുതണ്ട. ഇത് നിങ്ങൾ അതേപടി ഒന്ന് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. കാരണം എക്സാമിന് വേണ്ടി മാത്രമായിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഫിനാൻസും കറണ്ട് ലൈബിലിറ്റിയും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റി അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ക്യാപിറ്റൽ സ്ട്രക്ചർ ആയി, അല്ലെ? യെസ്. ഇനി ടോട്ടൽ എമൗണ്ട് ഓഫ് പെർമനന്റ് ക്യാപിറ്റൽ ആയ എന്തായി? ക്യാപിറ്റലൈസേഷൻ ആയി. ഇതാണ് നമ്മൾ ഫസ്റ്റ് ബേസ് ആയിട്ട് പറഞ്ഞത്. ക്ലിയർ ആയോ? അതിനുശേഷം നമ്മൾ ഒരു ഓവർ റിവ്യൂ പറയുന്നു. എന്താണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ? ടോട്ടൽ ഫിനാൻസിങ് പാറ്റേൺ ഓഫ് ബിസിനസിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. അതിൽ എല്ലാ സോഴ്സും വരും, അതായത് ലൈബിലിറ്റി സൈഡിന്റെ മുഴുവൻ സോഴ്സും വരും. ഓക്കെ. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാലോ മിക്സ് ആണ്, അല്ലെ? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മിക്സ് അഥവാ പ്രപ്പോർഷൻ ഓഫ് വേരിയസ് പെർമനന്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അല്ലെങ്കിൽ ഡെറ്റ് ഇക്വിറ്റി മിക്സ് ആണ് നമുക്ക് വേണേൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ ലോങ് ടൈം ഫണ്ട്സിന്റെ മിക്സ് ആണ്, പ്രപ്പോർഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ? അതിനുശേഷം നമ്മൾ ക്യാപിറ്റലൈസേഷൻ കണ്ടു. ക്യാപിറ്റലൈസേഷൻ എന്താണ്? ടോട്ടൽ എമൗണ്ട് ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് ക്യാപിറ്റലൈസേഷൻ. അവിടെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആണ് വരുന്നത്. ഇനി നമ്മൾ നാളത്തെ ക്ലാസ്സിൽ എന്താണെന്ന് അറിയാവോ? കൃത്യം കോൺക്രീറ്റ് ഡെഫിനിഷൻ പറയുന്നുണ്ട്, അതിന്റെ ഓരോന്നിന്റെ ഒബ്ജക്റ്റീവ് പറയുന്നുണ്ട്, പിന്നെ കമ്പാരിസൺ. ഇതാണ് നിങ്ങളുടെ എക്സാമിന്റെ സ്ട്രൈക്കിംഗ് പോയിന്റ്, കമ്പാരിസൺ. ക്ലിയർ ആയോ? കമ്പാരിസൺ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ട്രൈക്കിംഗ് പോയിന്റ്. മനസ്സിലാണ്ടോ? കമ്പാരിസൺ നമ്മൾ പറയും. പിന്നെ നമ്മൾ തിയറീസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ, നമ്മൾ ഇവിടുന്ന് ക്യാപിറ്റലൈസേഷനിലേക്ക് കയറും. ക്യാപിറ്റലൈസേഷന്റെ കോസ്റ്റ് തിയറി, ഏരിയൻ തിയറി പറയും. അതിനുശേഷം ഈ രണ്ട് തിയറിയും കൃത്യമായിട്ട് എക്സ്പാൻഡ് ചെയ്യും. അവിടെ ക്യാപിറ്റലൈസേഷൻ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ രണ്ട് തിയറിയുടെ പ്രധാനപ്പെട്ട അസംഷൻസ് നമ്മൾ പോകും. ദെൻ നമ്മൾ ഓവർ ക്യാപിറ്റലൈസേഷൻ ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ അതെന്താണെന്ന് പറയും. എക്സാമിന് എക്സസീവ് ആയിട്ട് ഭയങ്കരമായി ചോദിക്കുന്ന ചോദ്യമാണ്. അതിന്റെ മുഴുവൻ സ്ട്രക്ചർ നമ്മൾ പറയും. അതിന്റെ കോസ് ആൻഡ് എഫക്റ്റ് നമ്മൾ പറയും. അതിനുശേഷം അതിന്റെ എങ്ങനെ നമുക്ക് ഇതിനെ കുറയ്ക്കാം, ഓവർ ക്യാപിറ്റലൈസേഷൻ കുറയ്ക്കാം, അതിന്റെ ഫ്ലോ ചാർട്ട് ഉണ്ട്, അത് പറയും. അതിന്റെ മേജർ റെമഡീസ് നമ്മൾ പറയും. അതിനുശേഷം നമ്മൾ സ്റ്റോക്ക് സ്പ്ലിറ്റും റിവേഴ്സ് സ്പ്ലിറ്റും എങ്ങനെയാണ് ഈ കണ്ടീഷനുമായിട്ട് നിലനിൽക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പറയും. വാട്ടേഡ് ക്യാപിറ്റൽ നമ്മൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഓവർ ക്യാപിറ്റലൈസേഷൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വാട്ടേഡ് ക്യാപിറ്റൽ, അത് നമ്മൾ പറയും. പിന്നെ ഇത്രയും പറഞ്ഞതിന്റെ ബേസ് ചെയ്തിട്ടുള്ള MCQ നമ്മൾ പോകും. മനസ്സിലാവുണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ റൂട്ട്. ക്ലിയർ ആവുന്നുണ്ടോ? പഠിക്കുന്ന രീതി മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ട് വളരെ ചെറിയ ബേസിൽ നിന്ന് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? പുഷ് ചെയ്യും. മനസ്സിലാവുണ്ടോ? പിന്നെ നമ്മൾ ഭയങ്കരമായ MCQയിലേക്ക് പോകും. അപ്പൊ നമുക്കൊരു താഴെ തൊട്ട് ഏറ്റവും മുകളിൽ വരെയുള്ള കണ്ടന്റ് ഒരേ ലെയറിൽ കിട്ടും കേട്ടോ. അപ്പൊ ഞാനത് എടുക്കുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന ബോർഡും PPTയും വെച്ചിട്ട് എടുക്കുള്ളൂ. പക്ഷെ PPT കൺക്ലൂഡ് ചെയ്യാൻ മാത്രമേ എടുക്കുള്ളൂ.
കൂടുതലും ബോർഡ് വെച്ചിട്ട് എടുക്കുകയുള്ളൂ കേട്ടോ. ഇത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു നെറ്റ് എക്സാമിനെ സംബന്ധിച്ചോളം പലതരത്തിലുള്ള കുട്ടികളുണ്ട്. വളരെ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്ക് ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള MCQ ആയിരിക്കും ആവശ്യം. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അവരെ സംബന്ധിച്ചോളം കോൺസെപ്റ്റിന്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അവർക്കൊരു ബേസ് അറിയാം. കുറച്ചും കൂടെ മൂളിയും തുടങ്ങിയാൽ മതിയായി. പക്ഷെ കുറച്ച് ബേസ് കിട്ടേണ്ട കുട്ടികളുണ്ടാവും. അവരെയും കൂടെ അഡ്രസ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ബാലൻസ് ഷീറ്റ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരെയും കൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി അത്യാവശ്യം അറിയാവുന്ന കുട്ടികളെ സംബന്ധിച്ചോളം നിങ്ങൾക്കും കൂടെ ഒരു ക്ലാസ് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള നമ്മൾ ആദ്യം കണ്ട രീതിയിലുള്ള MCQ കൂടെ ഇട്ടായിരിക്കും ക്ലാസ് പോകുന്നത്. മൊത്തം മിക്സപ്പ് ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ബേസ് പറഞ്ഞ് നല്ല രീതിയിൽ ബേസ് പറഞ്ഞ് പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ പ്ലസ് നിങ്ങൾക്കുള്ള അത്യാവശ്യം കണ്ടന്റ് അറിയാവുന്ന കുട്ടികൾക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള MCQ കൂടെ നമ്മൾ അവിടെ ആഡ് ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോടാ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. യെസ്, വളരെ സന്തോഷം കേട്ടോ. യെസ്, നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ കേട്ടോ. അപ്പൊ ഇനിയും നമുക്ക് ഈ യാത്രയിൽ തുടർച്ചയായിട്ടുണ്ടാകാം കേട്ടോ. സാർ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ മക്കളെ? പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഒരു മൂത്ത ചേട്ടനായിട്ട് കണ്ടാൽ മതി കേട്ടോ. എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. യെസ്, ഏത് എക്സ്റ്റെന്റിൽ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. എത്ര വേണേലും പറഞ്ഞു തരാം. പ്രസിദ്ധ കേട്ടോ മോനെ, ഒരു കാര്യം പോലും അറിയാതെ പോകരുത് കേട്ടോ. മുഴുവൻ നമ്മൾ ഇവിടുന്ന് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടോ പോകാവുള്ളൂ കേട്ടോ. യെസ്, അപ്പൊ ഗുഡ് നൈറ്റ് എടാ. ഓക്കെ, യെസ്, താങ്ക് യു സോ മച്ച് കേട്ടോ.